Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇനിയുള്ള കാലം ദൈവത്തോടൊപ്പം വസിക്കാൻ തന്നെ തീരുമാനിക്കണം. വസിക്കുക എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹാബിറ്റേഷൻ, കൂടെ വസിക്കുക, ദൈവത്തോട് കൂടെ വസിക്കുക. ആ ഒരു നല്ല ഹാബിറ്റാണ് നമുക്ക് വേണ്ടിയത്. ഈ വസിക്കുക എന്ന് പറയുമ്പോൾ ചേർന്നിരിക്കുക, ഉള്ളിൽ ആകുക, മനസ്സ്, ഇതെല്ലാം ആ കർത്താവിൽ തന്നെ കേന്ദ്രീകരിക്കുക, ഇതൊക്കെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും, ചാപ്റ്റർ 29 വേഴ്സ് 45 and 46. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും, അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തോടൊപ്പം നിൽക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മുടെ മധ്യേ വസിക്കും. കഥാ പറയുന്നുണ്ട്, അവർ എൻ്റെ ജനമായിരിക്കും. നാം ദൈവത്തിൻ്റെ മക്കളായിരിക്കും. ദൈവ സാന്നിധ്യം നാം വഹിക്കുമ്പോഴാണ് അസാധാരണമായ റിവൈവൽ, അസാധാരണമായ മിറക്കിൾസ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇനിയുള്ള സീസൺ പലയിടങ്ങളിൽ ഉണർവുകൾ കൊണ്ടുവരും. ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണർവുകൾ കത്തിക്കേറും. കാരണം ഇസ്രായേൽ ജനം പീഡിപ്പിക്കപ്പെട്ടുവെങ്കിലും അവരുടെ വഴിയാത്രകളിലെല്ലാം അത്ഭുതങ്ങൾ കണ്ടു. റിവൈവൽ എന്ന് പറയുമ്പോൾ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുകയാണ്. ആത്മാക്കളുടെ വിടുതൽ, ജനത്തിനകത്ത് അൺഎക്സ്പെക്റ്റഡ് ടൈമിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, ഇതെല്ലാം ഉണർവിൻ്റെ ഭാഗങ്ങളാണ്. നാം ഏറിയ വിശുദ്ധിയിലും ഭക്തിയിലും ജീവിക്കേണ്ട ഒരു കാലയളവിലേക്കാണ് നാം വന്നിരിക്കുന്നത്. ഇനിയുള്ള കാലങ്ങൾ ഉണർവുകളും ദൈവിക പദ്ധതികളും നടപ്പിലാക്കാൻ പോകും. ലോകത്തിൽ പല അനിഷ്ട സംഭവങ്ങൾ നടക്കും. പലതും മാറി മറിഞ്ഞ് നടന്നുകൊണ്ടിരിക്കും. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ബിബ്ലിക്കലായും ചരിത്രപരമായും പഠിക്കുമ്പോൾ കാലങ്ങൾക്ക് മുമ്പേ ഉള്ളതാണിതെല്ലാം. എന്നാൽ ദൈവ സാന്നിധ്യം വഹിക്കുന്നവരായി ഹാബിറ്റേഷൻ, കൂടെ വസിക്കുക, ദൈവത്തോടൊപ്പം വസിക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മോശ ദൈവ സാന്നിധ്യം എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് താൻ പ്രശ്നങ്ങളുടെ മുൻപിലും, താൻ ഒറ്റയ്ക്ക് ആകേണ്ടി വന്ന സാഹചര്യങ്ങളിലും, ജനമെല്ലാം പെറുപെറുക്കുമ്പോഴും, മറു സൈഡിൽ വലിയൊരു സൈന്യം എതിരായി നിൽക്കുമ്പോഴും തൻ്റെ ഹൃദയം ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിലായിരുന്നു. എക്സഡോസ് പുറപ്പെടുക, വേണ്ടാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും പുറപ്പെട്ട് ക്രിസ്തുവിൻ്റെ പാതയിൽ മാത്രം സഞ്ചരിക്കുക. ഉണർവുകൾ ഉണ്ടാകാൻ പോകുന്നു. പല പട്ടണങ്ങളെയും ദൈവം തൊടാൻ പോകുന്നു. പല ഗ്രാമങ്ങളെയും തൊടാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഉണർവിൻ്റെ കാറ്റടിപ്പിക്കുന്ന ദിനങ്ങളാണ്. റിവൈവലുകൾ സംഭവിക്കാൻ പോകുന്നു. അത് ദൈവത്തോടൊപ്പം വസിക്കുക, അതാ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഈ ബുക്കിനകത്ത് കാണുവാൻ കഴിയുന്നത് പുറപ്പാട് പുസ്തകത്തിൽ 3 കാര്യമാണ്.
The book has three main themes. Number one, liberation. പുറപ്പാട് പുസ്തകം 1:18 വിടുതൽ. വർഷങ്ങളായി വിടുവിക്കപ്പെടാതെ കിടന്ന ജനത്തിനൊരു വിടുതൽ കൊടുത്തു. നിങ്ങളുടെ ലൈഫിൽ വർഷങ്ങളായി ആഗ്രഹിച്ചിട്ട് നടക്കാത്ത ചില വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരാൻ പോവാ. എക്സഡോസ്, ശത്രുവിൻ്റെ അധീനതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു പുറപ്പാട് ദൈവം തരാൻ പോകും. നമ്പർ 2, സെപ്പറേഷൻ. പുറപ്പാട് 19:24 ഒരു വേർതിരിവ്. ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ പ്രമാണത്തിനും വിശുദ്ധിക്കും വേണ്ടി വേർതിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകണം. എവിടെയും എങ്ങനെയും എന്നുള്ളതല്ല കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു വേർപാട്, വിശുദ്ധ ജീവിതം, ആമേൻ, ഇതെല്ലാം കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവിക വിടുതലുകൾ നടക്കുന്നത്. നമ്മുടെ പ്രൊവിഷൻസ്, നമ്മുടെ ആവശ്യങ്ങൾ, ഇതെല്ലാം കർത്താവ് നടത്തി തരാൻ വിശ്വസ്തനാണ്. ദൈവത്തോട് കൂടെ വസിച്ച മോശ ദൈവത്തോട് ചോദിച്ച കാര്യങ്ങൾ, പ്രൊവിഷൻസ്, അതെല്ലാം ദൈവം മോശയ്ക്ക് സമയാസമയത്ത് ജനത്തിനു വേണ്ടി കൊടുത്തു. ദൈവം ഒരിക്കലും നമ്മെ കൈവിടുകയില്ല. 1, ലിബറേഷൻ. 2, സെപ്പറേഷൻ. നമ്പർ 3, ഹാബിറ്റേഷൻ. ദൈവത്തോട് കൂടെ വസിക്കുക. ഇതിനപ്പുറത്ത് വേറൊരു ഭാഗ്യമില്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തോടൊപ്പം വസിക്കുക, കൂടെ വസിക്കുക. മറ്റുള്ള എല്ലാറ്റിനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കൂടെ വസിക്കാതെയുള്ള പ്രസംഗങ്ങൾ, പ്രവചനങ്ങൾ, കൂടെ വസിക്കാതെയുള്ള പല ശുശ്രൂഷകളും, അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും കാണുകയില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ദൈവത്തോടൊപ്പം വസിക്കുക. All God's promises are released to us when we dwell with God continually. ദൈവത്തോടൊപ്പം വസിക്കുന്നത് നാം മടി കാണിക്കരുത്. എല്ലാ പ്രോമിസസും കർത്താവ് നൽകി തരും. ഇന്നത്തെ നമ്മുടെ ചിന്ത ദൈവത്തോടൊപ്പം വസിക്കുക. മുന്തിരിവള്ളിയിൽ കൊമ്പ് വസിക്കുന്നു. ആ കൊമ്പിൻ്റെ ജീവൻ ആ മുന്തിരിവള്ളിയിൽ നിന്നാണ്. ആ മുന്തിരിവള്ളിയിൽ നിന്ന് ചാറ് കൊമ്പിലേക്ക് വരും ജീവൻ. അത് വന്നു കഴിയുമ്പോൾ അത് പച്ച വെക്കുന്നു, പുഷ്ടിയുള്ളതാകുന്നു, അതിന് വലിയ ഫലങ്ങൾ ഉളവാകും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്ന് കൂടെ വസിച്ചാൽ ഭയങ്കര ഫ്രൂട്ട്ഫുൾ ലൈഫ്, നിറവിൻ്റെ നിറവ്, അനുഗ്രഹത്തിൻ്റെ അനുഗ്രഹം, വാഗ്ദത്തത്തിൻ്റെ വാഗ്ദത്ത നിറവേറൽ, ഇതെല്ലാം സംഭവിക്കും. കൂടെ വസിക്കുമ്പോൾ പ്രതികൂലങ്ങൾ ഇല്ലെന്നല്ല, കൂടെ വസിക്കുന്നവർക്ക് പ്രതികൂലങ്ങൾ അങ്ങനെ മാറുന്നു എന്ന് മനസ്സിലാവും. പ്രതികൂലങ്ങളുടെ സൊല്യൂഷൻ എന്താണ് എന്ന് മനസ്സിലാകും. ഹല്ലേലൂയ. പലരും സൊല്യൂഷന് വേണ്ടി ഓടി നടക്കുന്നു, പക്ഷേ പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല. ദൈവത്തോട് കൂടെ വസിക്കാൻ ഒരു വലിയ തീരുമാനമെടുക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ഡാഡി, ഈ പ്രഭാതത്തിലെ ഈ വചനം ദൈവത്തോടൊപ്പം ജീവിക്കുക, യേശുവിനോടൊപ്പം ജീവിക്കുക, ക്രിസ്തുവിൻ്റെ പാതയിലോടുക. കർത്താവേ, ഇത് അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്. അങ്ങയോടൊപ്പം ഇരിക്കുമ്പോൾ അങ്ങയിൽ നിന്നുള്ള വാസന, അങ്ങയുടെ സ്വരം,
അങ്ങയുടെ ഇടപെടൽ, അങ്ങയുടെ സ്പർശനം, ഇതെല്ലാം ഞങ്ങൾ അനുഭവിക്കുന്നു. അങ്ങിൽ എന്തെല്ലാം ഗിഫ്റ്റ് ഉണ്ടോ അത് ഞങ്ങളിലേക്ക് പകരപ്പെടുന്നു. ആ ഫലം ഞങ്ങളിലേക്ക് പകരപ്പെടുന്നു. അതാണല്ലോ ഇന്ന് കേട്ടത്. കർത്താവ് അങ്ങനെ ചെയ്യണമേ. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഐ ലവ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സെപ്റ്റംബർ മാസം 6, 7 ഈ തീയതികളിൽ കാനഡയിൽ കിച്ചണർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് 2 days കോൺഫറൻസ് നടക്കുന്നു. സഭാവ്യത്യാസമെന്നെ എല്ലാവരും വരാൻ ഓർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കാനഡയിൽ ഒരു വലിയ ഉണർവുണ്ടാകും. അതിൻ്റെ സീസൺ വെളിപ്പെടാൻ പോകുന്നു. ദൈവം അതിനുവേണ്ടി നിങ്ങളെ ആക്കിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ നെക്സ്റ്റ് ലെവൽ നിങ്ങൾ കാണാൻ പോകുന്നു. അതുപോലെ ജൂൺ മാസം 1 തീയതി ഇവിടെ വെച്ച യൂത്ത്സിന് വേണ്ടി ഒരു മീറ്റിംഗ് പുനലൂർ മെലേക്ക് പ്രയർ ടവറിൽ വെച്ച് നടക്കുന്നു. ഓൾ യൂത്ത്സ്, പാസ്റ്റേഴ്സ്, ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ കടന്നു വരാൻ ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ഭയങ്കര പ്രവൃത്തിയുടെ സീസണായത് ദൈവം അതിലേക്ക് കൊണ്ടുവരും. ഗോഡ് ബ്ലസ് യു.